അപ്പൊ നമ്മുടെ ഈ കയ്യിലിരിക്കുന്നതാണ് മത്തങ്ങ, ഈ കയ്യിലിരിക്കുന്നതാണ് കുമ്പളങ്ങ. അപ്പൊ നമ്മൾ എപ്പോഴും ഈ പഴഞ്ചൊല്ലിൽ പറയാറില്ലേ, മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കുന്നില്ല. മത്ത എന്ന് പറയുന്നത് ദാണ്ട് ഇവിടെയും, കുമ്പളം ദാണ്ട് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ വ്യത്യാസം കണ്ടത്. അപ്പൊ എപ്പോഴും മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കത്തില്ല, കുമ്പളങ്ങയുടെ വിത്തിട്ടാൽ മാത്രമേ കുമ്പളങ്ങ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇന്ന് ഈ രണ്ട് വീഡിയോ ആണ് നമ്മൾ കാണിച്ചത്. ഇഷ്ടം പോലെ കുമ്പളങ്ങയും ഇഷ്ടം പോലെ മത്തങ്ങയും ഇപ്പം നമ്മൾ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ അനിൽ സന്തോഷ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച മത്തങ്ങ ഒരു 4-5 മത്തങ്ങകളുണ്ട്. അപ്പോൾ നമുക്കത് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് കണ്ടോ, നല്ല മത്തങ്ങ അടിപൊളി പിടിച്ച് കിടക്കുകയാണ്. 1, 2, ഒരു 3 എണ്ണം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് മാറി ഒരു 3-4 എണ്ണത്തോളം ഉണ്ട്. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ വീട്ടിലെ മത്തങ്ങ. ആദ്യം ഒരു മത്തങ്ങ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. എടുത്തേ, അച്ഛൻ കട്ട് ചെയ്യട്ടെ. കിട്ടി. അപ്പം കണ്ട അടിപൊളി മത്തങ്ങയാണ്. പിടിച്ചേ, അങ്ങോട്ട് വെച്ചു. നമുക്ക് അടുത്ത കട്ടി എന്താ കട്ടി. ഇപ്പൊ നമ്മള് രണ്ടാമത്തെ ഒരു മത്തങ്ങ കൂടെ കട്ട് ചെയ്തെടുക്കും. നമ്മളിതാ ഇതുവരെ എടുത്തതിനെക്കാട്ടി ഏറ്റവും വലിയൊരു മത്തങ്ങയാണ് ഇപ്പതാ ഇവിടെ ഉള്ളത്. നമുക്ക് അതും കൂടെ ആദ്യം കട്ട് ചെയ്യാം. അങ്ങോട്ട് ഇതിലേ വാടി. നല്ല വിളഞ്ഞ് മഞ്ഞ കളറിലായ അടിപൊളി അടുത്ത മത്തങ്ങ കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മത്തയുടെ പൂവും ഇതിൻ്റെ ഈ ഇലയൊക്കെ തോരൻ വെക്കാൻ നല്ല അടിപൊളി സാധനം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പൊ നമ്മൾ മത്തങ്ങ ഇപ്പൊ ഒരു 1, 2, 3, 4, 5. ഇനി ഒരു മത്തങ്ങ ഉള്ളത് നമ്മുടെ ചീനിക്കമ്പലാണ് നമ്മൾ കണ്ടെക്കുന്നത് കേട്ടോ. നമുക്കത് നമ്മൾ പിച്ചുന്നില്ല, നമുക്കതൊന്ന് നോക്കാം. കണ്ടോ, ഇത് നമ്മൾ എടുക്കുന്നില്ല, ഇത് ഇച്ചിരി ചെറുതാ. ഇതിപ്പോ നമുക്ക് കണ്ടോ ഒരു കൈയുടെ ഒരു അളവേ വരുന്നുള്ളൂ. ഇത് വളരെ ചെറുതാണ്. ഇതൊന്നുകൂടെ ഒന്ന് സൈസ് ആവാനുണ്ട്. അപ്പൊ നമ്മുടെ ചീനിക്കമ്പിന്റെ ഇടയ്ക്കാണ് ഒരു മത്തങ്ങ പിടിച്ച് കിടക്കുന്നത്. ഇത് നമ്മളിപ്പം പിച്ചുന്നില്ല, ഇത് വളരെ ചെറുതാണ്. കണ്ടോ, നമ്മുടെ ഒരു കൈയുടെ അളവേ ഉള്ളൂ. ഇതൊന്നുകൂടെ ഒന്ന് വലുതാകാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മത്തയുടെ വേര് ഇത്രയും ഈ വളർന്നു കിടക്കുന്ന മത്തയാണേലും ആ വേരിക്ക് നമ്മൾ കണ്ടോ കുഞ്ഞ് കവറിനകത്ത് കണ്ടോ, ഈ ഒരു കൊച്ചു കവറിനകത്തിരുന്ന ഈ ഒരു ചെടിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും വലിയ ഇന്ന് നമ്മൾ പിച്ചിരിക്കുന്ന ഒരു 6 മത്തങ്ങയോളം പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു 2-3 എണ്ണം വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഞാൻ ആലോചിച്ചത് നമുക്കൊരു വീഡിയോ ആക്കിയാൽ എന്താണ്. അതുകൊണ്ടാണ് അത് ഇന്നത്തെ ഇത് നമ്മളൊരു വീഡിയോ ആക്കിയത്. അപ്പോൾ നമുക്ക് വളരെ സ്ഥലം കുറവാണെങ്കിൽ പോലും ഇതുപോലൊരു കവറിനകത്ത് ഒരു മത്തയുടെ അരി ഇട്ടാൽ ആവശ്യത്തിലധികം മത്തങ്ങ നമുക്ക് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ. ഒരു കാര്യം കൂടെ, നമ്മുടെ ഒരു കുമ്പളങ്ങയുടെ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം കേട്ടോ. അതും കൂടെ കുമ്പളങ്ങ പിടിച്ച് കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഈ പഴഞ്ചൊല്ലായിട്ട് പറയാറുണ്ട്, മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമെന്ന്. ഇല്ല, മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കത്തില്ല. കുമ്പളത്തിൻ്റെ വിത്തിട്ടാൽ മാത്രമേ കുമ്പളം മുളയ്ക്കത്തുള്ളൂ. കണ്ടോ, നമ്മളിവിടെ കുമ്പളങ്ങയും നമുക്ക് ആവശ്യത്തിന് പിടിച്ച് കിടപ്പുണ്ട്, അവിടെ നമുക്ക് മത്തങ്ങയും ഉണ്ട്. അപ്പോൾ നമ്മൾ പഴഞ്ചൊല്ലിൽ മാത്രമാണ് പറയുന്നത് മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലെന്ന്. അപ്പം മത്തയും കുമ്പളവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. കുമ്പളങ്ങ വെറും ഇത്രയേ ഉള്ളൂ, ഈ വെറും ചെറിയൊരു. എനിക്ക് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് പറയാം. ഇതാണ് കുമ്പളങ്ങ. ഒരു മത്തങ്ങ എടുക്കാറ്. ഇപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ്.